നമസ്കാരമുണ്ട്, ജിബിനാണ്. ഒരു ദീർഘമായ മംഗള ലക്ഷദ്വീപ് ട്രെയിനിലെ യാത്രയ്ക്ക് ശേഷം നമ്മൾ നിശാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് പുറത്തേക്ക് നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഈ കാണുന്നത്. ഇന്നത്തെ നമ്മുടെ വ്ളോഗും അത് തന്നെയാണ്. ഡൽഹിയിൽ നമുക്കൊന്നൊരു ദിവസമുള്ളത്, ഒരു ദിവസത്തിൽ നമുക്ക് എന്തൊക്കെ കാണാൻ കഴിയും എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ചെറിയ വ്ളോഗാണെന്നുള്ളത്. അപ്പോൾ ഇന്ന് ഡൽഹി മെട്രോനെ എക്സ്പ്ലോർ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിശാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണാൻ കഴിയും ഡൽഹി മെട്രോൻ്റെ കവാടം. നമ്മൾ ഡൽഹി മെട്രോനെ ലക്ഷ്യം വെച്ചിട്ടാണ് യാത്ര ചെയ്യുന്നത്. എനിക്ക് ബാക്കിൽ കാണുന്നതാണ് നിശാമുദ്ദീനിലുള്ള മെട്രോ സ്റ്റേഷൻ. അപ്പോൾ ഇവിടുന്ന് നമ്മൾ യാത്ര തിരിച്ച് ഒരു 7:30 കൂടിയിട്ട് റെയിൽവേ സ്റ്റേഷൻ ചാലുവായി. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടാണ് ഇത്ര വൈകിയത്. സാധാരണ ഇതിൽ 6 മണിക്ക് തുറക്കേണ്ടതാണ്. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഞാൻ അവിടെ ഒരു കാർഡ് സിസ്റ്റം ഉണ്ട്. നമുക്ക് ടിക്കറ്റ് എടുക്കുകയും ചെയ്യാം, കാർഡ് എടുക്കുകയും ചെയ്യാം. പക്ഷെ നമുക്കൊരു ദിവസം മൊത്തം യാത്രയുള്ളത് കൊണ്ട് നമ്മൾ പ്ലാൻ ചെയ്തു കാർഡ് എടുക്കാൻ. എൻ്റെ കയ്യിൽ ഓൾറെഡി കാർഡ് ഉള്ളത് കൊണ്ട് ഞാനത് റിന്യൂ ചെയ്യാണ് ഉണ്ടായത്. ഒരു 250 രൂപയ്ക്ക് ഞാൻ കാർഡ് റിന്യൂ ചെയ്തു. അങ്ങനെ നമുക്ക് ഇന്നുള്ള യാത്ര ചാന്ദിനി ചൗക്കിലേക്കാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ചാന്ദിനി ചൗക്ക് നമുക്ക് ഡയറക്റ്റ് പോകാൻ കഴിയില്ല. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഈ സ്റ്റേഷനിൽ നിന്ന് നമുക്ക് മയൂർ വിഹാർ ഫേസ് 2 എന്ന് പറഞ്ഞ സ്റ്റേഷനാണ് പിടിക്കേണ്ടത്. ആ സ്റ്റേഷനിലേക്കുള്ളത് ഒരു പിങ്ക് ലൈൻ എന്നാണ് പറയുന്നത്. ഓരോ ട്രെയിനും ഓരോ റൂട്ട് യാത്ര ചെയ്യുന്ന ആ റൂട്ടിന് ഓരോ ലൈൻ എന്ന് പറഞ്ഞിട്ട് ഓരോ കളർ കൊടുത്തിട്ടുണ്ട്. മയൂർ വിഹാറിലേക്കുള്ള യാത്ര പിങ്ക് ലൈനിലൂടെയാണെന്ന്. 2ാമത്തെ സ്റ്റേഷനിൽ നമുക്ക് മയൂർ വിഹാറിൽ ഇറങ്ങാൻ കഴിഞ്ഞു. മയൂർ വിഹാറിൽ നിന്ന് നമുക്ക് പോകേണ്ടത് രാജീവ് ചോക്ക് എന്ന് പറഞ്ഞ സ്റ്റേഷനിലേക്കാണ്. രാജീവ് ചോക്ക് എന്ന് പറഞ്ഞ സ്റ്റേഷനിലേക്ക് നമുക്ക് ബ്ലൂ ലൈനിലാണ് ഡിപ്പെൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഓരോ ലൈനിലേക്ക് പോകാൻ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല. നമുക്ക് ഏത് ലൈനിലാണ് പോകേണ്ടതെന്ന് അവിടെ ഓരോ ലൈൻ കാണുന്നുണ്ടാവും. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ആ സ്റ്റേഷനിൽ എത്തിപ്പെടാൻ പറ്റും. ഇതിപ്പോൾ കണ്ടപ്പോൾ നമ്മളിപ്പോൾ രാജീവ് ചോക്കിൽ എത്തിയിട്ടുണ്ട്. ഇനി ഈ രാജീവ് ചോക്കിൽ നിന്ന് നമുക്ക് പോകേണ്ടത് ചാന്ദിനി ചോക്ക്. ഈ ചാന്ദിനി ചോക്കിലേക്ക് പോകാനുള്ള ലൈൻ യെല്ലോ ലൈൻ. കൺഫ്യൂഷനൊന്നും ആവണ്ട. നമുക്ക് അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് അറിയാൻ കഴിയും. അതുപോലെ അവിടെ കറക്റ്റ് എഴുതിയിട്ടുണ്ടാവും നമുക്ക് ഏത് ഭാഗത്തേക്ക് പോകേണ്ട, ഏത് സ്റ്റേഷനിലേക്കാണെന്നുള്ളത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഏത് പൊട്ടനും മനസ്സിലാവാവുന്ന രീതിയിൽ അവിടെ കാണിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് പിന്നെ അതിൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് അങ്ങനെ അത് ജസ്റ്റ് ഫോളോ ചെയ്താൽ മതി. അങ്ങനെ നമ്മൾ ആ ട്രെയിൻ വന്നു, അതിൽ കയറി ചാന്ദിനി ചൗക്കിൽ ഇറങ്ങി. ചാന്ദിനി ചൗക്കിലേക്ക് ഉള്ള യാത്രയാണ്. ഇപ്പം ചാന്ദിനി ചൗക്കിൽ ഇറങ്ങിക്കഴിഞ്ഞിട്ട് നമുക്ക് പോകാനുള്ളത് അതിൻ്റെ പ്രാന്തപ്രദേശങ്ങളൊക്കെ. അപ്പോൾ നമ്മളിപ്പം ചാന്ദിനി ചൗക്കിൽ ഇറങ്ങിയിട്ടുള്ള യാത്രയാണ്. നമുക്ക് ഇന്ന് ചാന്ദിനി ചൗക്ക്, അതുപോലെ ലാൽ ഖില, പിന്നെ അങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ കാണേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ വ്ളോഗ് ഇതോടുകൂടി തീരാണ്. ഇനി അടുത്ത വ്ളോഗിൽ ഓരോ ഡൽഹിയുടെ സ്ഥലങ്ങൾ കാണാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ടൈം കാണാം. ഓക്കെ, ബൈ.